മുഖ്യമന്ത്രിക്ക് സംഘപരിവാർ സേവയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വഖഫ് ബോർഡ് വിഷയത്തിൽ താനെടുത്ത നിലപാടിനെ ചൊല്ലി തന്നെ മുഖ്യമന്ത്രി വർഗീയവാദി എന്ന് വിളിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. ഇതിന് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുള്ള അതേ നിലപാടാണ് താൻ ഇപ്പോഴും തുടരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഞാൻ വർഗീയത പരത്തുകയാണെന്ന് ആരോപണം എന്തടിസ്ഥാനത്തിലാണ് അത് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്ന നിലപാട് BJPയുടേതാണ്. ഇത് കൃത്യമായ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്. LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതിൽ അണുകട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഷീജ കൂടി വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷീജ, വഖഫ് വിഷയത്തിൽ അടക്കം ആർക്കാണ് വർഗീയ നിലപാടുള്ളത്, വർഗീയ അജണ്ടയുള്ളത് എന്നത് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യമാണ്. ആ ചാപ്പ തനിക്ക് മേലടിക്കേണ്ട എന്ന വസ്തുതകൾ അടക്കം നിരത്തിക്കൊണ്ടുള്ള കൃത്യമായ താക്കീതും നിലപാടുമാണ് പിണറായി പത്രസമ്മേളനത്തിൽ പങ്കുവച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും അക്ഷയ്, അതായത് കഴിഞ്ഞ ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞത്. അതെല്ലാം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഓരോന്നും അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയത്. ആദ്യത്തേത് തന്നെ വർഗീയവാദി എന്ന ചാപ്പ് കുത്താനുള്ളൊരു ശ്രമമാണ്. പക്ഷേ തന്റെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുമ്പോഴും തുടരുന്നത്. പക്ഷേ നിലപാടിൽ മാറ്റം വന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ നിലപാടിലാണ്. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ, മുഖ്യമന്ത്രിയായപ്പോൾ ആ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു. LDF സർക്കാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. അതിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് വിരുദ്ധമായ രീതിയിലാണ് ഒരു നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെ എതിർത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അന്ന് സർക്കാരും അന്നത്തെ വഖഫ് ബോർഡും കൃത്യമായ രീതിയിൽ തന്നെ അതിലുള്ള വിയോജിപ്പും പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമുസ്ലിങ്ങളെ നിയമിക്കാതെ ഒഴിച്ചിട്ടുകൊണ്ട് ആ 2 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോയത്. അതിനൊപ്പം തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. അതിനെ നിയമപരമായി നേരിട്ട് കൂടി മുന്നോട്ട് പോകാനാണ് അന്ന് സർക്കാർ LDF സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതേ നിലപാട് തന്നെയാണ് തനിക്ക് ഇപ്പോഴുമുള്ളത്. അവരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വർഗീയവാദി എന്ന് ചാപ്പുകുത്തുകയാണോ വേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് സംഘപരിവാറിന്റെ നാവുമായിട്ടാണ് എന്ന് തനിക്ക് പറയേണ്ടി വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ശക്തമായ ഭാഷയിൽ തന്നെ അതിനുള്ള പ്രതികരണം നടത്തിയത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയടക്കം പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അന്ന് പ്രമേയം പാസാക്കുമ്പോൾ UDF LDFനൊപ്പമായിരുന്നു. ഇന്ന് ഭരണം കിട്ടിയപ്പോഴാണ് UDF അവരുടെ നിലപാട് മാറ്റിയിരിക്കുന്നത്. സംഘപരിവാറിന് അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്
അറിയിച്ചിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് ഒട്ടും യോജിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ LDFന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരെ എല്ലാവരെയും വർഗീയവാദികൾ എന്ന് എങ്ങനെ വിളിക്കാൻ സാധിക്കും? കാരണം LDF സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മാറ്റവും ഒരു ഘട്ടത്തിലും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നുള്ള നിയമ ഭേദഗതി അത് എന്തുകൊണ്ട് തള്ളി മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുന്നില്ല? എന്തിനാണ് ഞങ്ങൾ ആ 2 സീറ്റുകളിലേക്കുള്ള ആൾക്കാരെ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് അങ്ങോട്ട് കയറി കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. കാരണം സർക്കാരിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആ വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നുള്ളത്. ആ നിലപാടിലേക്ക് എന്തിന് UDF സർക്കാർ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമല്ലേ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതും UDFന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന UDFന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രി അത് BJPയുടെ നയങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ്. സംഘപരിവാറിന്റെ അജണ്ടകളാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായി പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. അക്ഷയ്, ഷീജ, ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാടും ശ്രദ്ധേയമാണ്. കാരണം ഈ സംഘപരിവാറിന് പൂർണ്ണമായിട്ടും വിധേയപ്പെടുന്ന ഒരു നിലപാടാണ് ലീഗ് അടക്കം സ്വീകരിച്ചതും. അതുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം തുടർന്നത്, അല്ലേ? തീർച്ചയായും അക്ഷയ, മുസ്ലിം ലീഗിന്റെ നിലപാട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് വഞ്ചനാപരമായ നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. കാരണം LDF സർക്കാരിന്റെ സമയത്ത് അന്ന് നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, അതായത് വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളെ നിയമിക്കരുത് എന്നുള്ള നിലപാടുണ്ടായിരുന്നവരാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇതിന്റെ ഭാഗമായി കോടതിയിലടക്കം സർക്കാർ നിയമപരമായി മുന്നോട്ട് പോയപ്പോൾ കോടതിയിലടക്കം കക്ഷി ചേരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അതിന്റെ നിലപാടിൽ മുസ്ലിം ലീഗ് മാറ്റം വരുത്തിയിരിക്കുന്നു. ഒരു മന്ത്രിസ്ഥാനത്തിനോ മന്ത്രിസഭയുടെ ഭാഗമായി ഇരിക്കുന്നതിനോ വേണ്ടി അങ്ങനെ നയങ്ങളിൽ വെള്ളം ചേർക്കാൻ പാടുണ്ടോ? അത് വഞ്ചനാപരമായ നിലപാടാണ് മുസ്ലിം ലീഗിന്റേത് എന്നുള്ളത് തന്നെയാണ് ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിനെയും വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. അക്ഷയ്, ജിയോപി വഖഫ് വിഷയത്തിൽ അന്ന് പാർലമെന്റിൽ ഇടത് MP-മാർ സ്വീകരിച്ച നിലപാട്, അത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് തന്നെയാണ് കൃത്യമായി ഇടത് MP-മാരെല്ലാം ഉന്നയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ MP-മാർക്കും ഇതേ നിലപാടായിരുന്നു. അതുകൂടി പിണറായി വിജയൻ എടുത്ത് പറയുകയുണ്ടായി. ആ ഘട്ടത്തിൽ ഇപ്പോഴും ഇനിയും ഇത് തന്നെയാണോ അവരുടെ നിലപാട്? കോൺഗ്രസിന്റെ MP-മാർ സർക്കാർ നിലപാട് മാറ്റിയ സ്ഥിതിക്ക്, UDF-ഉം ലീഗും അടക്കം നിലപാട് മാറ്റിയ സ്ഥിതിക്ക് എന്തായിരിക്കും അവരുടെ നിലപാട് എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ. തീർച്ചയായും അതേറെ നിർണായകമായ ഒന്ന് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ വിഷയത്തിൽ 2 രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്ന്, സംഘപരിവാറിന്റെ അജണ്ട പൂർണ്ണമായും നടപ്പിലാക്കി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ, അതാണ് ഇപ്പോൾ നിലവിൽ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പക്ഷേ കൃത്യമായ രീതിയിൽ എന്താണോ UDF നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് കഴിഞ്ഞ LDF സർക്കാരിന്റെ സമയത്ത് ഈ 2 അമുസ്ലിങ്ങളെ ഈ ബോർഡിലേക്ക് എതിരായിട്ടുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് UDF-ഉം ഒപ്പമുണ്ടായിരുന്നു. അതേ നിലപാടിൽ തുടർന്ന് മുന്നോട്ട് പോകണം. അതിന് എന്താണ് മടി? ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കണമെങ്കിൽ 2 പേരെ ഒഴിച്ചിട്ട് ഈ അമുസ്ലിങ്ങളെ നിയമിക്കാതെ 2 സീറ്റുകൾ ഒഴിച്ചിരുന്നു. അപ്പോൾ തന്നെ നിയമപരമായും മുന്നോട്ട് പോകുക, ഈ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അന്ന് ഈ പറയുന്നത് പോലെ UDF കേരളത്തിലും പാർലമെന്റിലും അടക്കം UDF MP-മാർ LDF-നെ പിന്തുണയ്ക്കുന്ന സമീപനം, അതായത് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വേണ്ട എന്നുള്ളൊരു നിലപാടിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇനിയിപ്പോൾ പാർലമെന്റിൽ ഈ UDF-ന്റെ ഭാഗമായിട്ടുള്ള MP-മാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് UDF ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയിരിക്കുകയാണ്. അവരുടെ പ്രധാന ഘടകകക്ഷിയായ ലീഗ് അടക്കം വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് അവർ കോടതിയിൽ പോയിരിക്കുന്നു. ആ കോടതിയിൽ പോയിരിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായ നിലപാട് ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ലീഗ് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ UDF-ന്റെ MP-മാർ പ്രധാനമായും പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും കേരളത്തിൽ സ്വീകരിച്ചൊരു നിലപാടിന് സമാനമായ രീതിയിലാണെങ്കിൽ അവിടെയും സംഘപരിവാറിന് കീഴ്പ്പെടുന്ന ഒരു സമീപനം എന്ന് തന്നെ പറയേണ്ടി വരും എന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്.